എറണാകുളം MG റോഡിൽ ജാക്ക് ഉപയോഗിച്ച് ഉയർത്തുന്നതിനിടെ ചരിഞ്ഞ കെട്ടിടം അപകട ഭീഷണിയിൽ. കെട്ടിടം പൊളിച്ചു മാറ്റുന്നതിൽ കോർപ്പറേഷന്റെ തീരുമാനം ഇന്നുണ്ടാകും. കെട്ടിടത്തിന്റെ കോൺട്രാക്ടർ തമിഴ്നാട് സ്വദേശി ഇന്ന് സംഭവസ്ഥലത്തെത്തും. എറണാകുളം MG റോഡിൽ ജോസ് ജംഗ്ഷന് സമീപം കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. ഇരുനില കെട്ടിടമാണ് ചരിഞ്ഞത്. ആ കെട്ടിടം ജാക്കി ഉപയോഗിച്ച് ഉയർത്താൻ ശ്രമിക്കുകയായിരുന്നു. അങ്ങനെ ഉയർത്താൻ ശ്രമിക്കുന്ന ഘട്ടത്തിലാണ് ഈ കെട്ടിടം ചരിഞ്ഞത്. പ്രത്യേകിച്ചും ജാക്കി തെന്നി മാറുകയായിരുന്നു എന്നാണ് വ്യക്തമാകുന്നത്. അങ്ങനെ ആ ഇരുനില കെട്ടിടം ചരിയുക മാത്രമല്ല, തൊട്ടടുത്ത് തന്നെ മറ്റൊരു കെട്ടിടമുണ്ട്, എൻസൈൻ എൻക്ലേവ്. ആ എൻക്ലേവ് എന്ന് പറയുന്ന കെട്ടിടത്തിലേക്ക് തട്ടി ചാഞ്ഞ് നിൽക്കുകയാണ്. അത് വലിയ സുരക്ഷാ ഭീഷണിയുമാണ്. പ്രത്യേകിച്ചും ഈ ജാക്കി ഉപയോഗിച്ച് ഉയർത്തുന്ന ജോലികൾ അത് പ്രത്യേകിച്ചും കൊച്ചിയിൽ പല വീടുകളിലും അല്ലെങ്കിൽ കെട്ടിടങ്ങളിലും ഒക്കെ തന്നെ നടക്കാറുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള നടപടികളാണ് നടന്നു വന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വൈദ്യുതി ബന്ധമടക്കം വിച്ഛേദിച്ചിട്ടുണ്ട്. 4:45 മണിക്ക് നോക്കുമ്പോഴത്തേക്ക് ഒരു പൊക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ചാക്കി തിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്തേക്ക് പോയിക്കായിരുന്നു. അപ്പോഴാണ് ഇവിടേക്ക് വിളിച്ചു പറഞ്ഞത് ബിൽഡിങ് ചരിഞ്ഞു എന്ന് പറഞ്ഞ്. ഇങ്ങനെ പെട്ടെന്ന് കുറച്ച് ചരിഞ്ഞ് ഇതുപോലെ നിൽക്കുന്ന സംഭവം കണ്ടപ്പോഴേ ഞങ്ങളെല്ലാവരും അറിയാം. സൗണ്ട് കേട്ട് ഈ ബിൽഡിംഗ് ഒന്ന് കുലുങ്ങണ പോലെ ഒരു ഷെയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് മേലിൽ കൊട്ടാക്കെന്ന് പറഞ്ഞ ഒരു ഇൻഷുറൻസ് കമ്പനിയുണ്ട്, അത് ബാങ്കുണ്ട്, ഗ്രാമീൺ ബാങ്ക് എന്ന് പറഞ്ഞ്. അവരൊക്കെ അപ്പം തന്നെ ഓടി ഇറങ്ങി, എല്ലാവരും ഇറങ്ങി ബിൽഡിങ് പൂട്ടി, റൂം പൂട്ടി എല്ലാവരും ചാടി ഇറങ്ങുമായിരുന്നു. ഇപ്പോൾ ഫയർഫോഴ്സ് ഈ കെട്ടിടത്തിലുള്ളവർക്ക് ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഫയർഫോഴ്സ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇപ്പോൾ ഈ ചരിഞ്ഞ കെട്ടിടം അത് പൊളിച്ചു മാറ്റുകയല്ലാതെ മറ്റു മാർഗ്ഗങ്ങൾ കാണുന്നില്ല എന്നതാണ്. അത് സംബന്ധിച്ചുള്ള ചർച്ചകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ തന്നെ ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ കോർപ്പറേഷനും ഒക്കെ കരാറുകാരുമായി സംസാരിക്കുന്നുണ്ട്. ചെന്നൈ ആസ്ഥാനമായിട്ടുള്ള ഒരു കമ്പനിയാണ് ഇതിന്റെ കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. അവർ എത്തി കാര്യങ്ങൾ പരിശോധിക്കുമെന്നാണ് വ്യക്തമാകുന്നത്. ഈ വെള്ളക്കെട്ട് രൂക്ഷമാണ് പലയിടങ്ങളിലും, പ്രത്യേകിച്ച് കൊച്ചി നഗരത്തിൽ. അതിന്റെ ഭാഗമായിട്ട് പല കെട്ടിടങ്ങളും ഇത്തരത്തിൽ ഉയർത്താറുണ്ട്. അങ്ങനെയുള്ള ഉയർത്തുന്ന പ്രവർത്തനങ്ങളാണ് നടന്നു വന്നിരുന്നത്. അതിനിടയിലാണ് ഈ കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. കോർപ്പറേഷന്റെ നിലപാടും ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാകും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ പരിശോധനകളും മറ്റു കാര്യങ്ങളുമൊക്കെ തന്നെ ഇന്ന് നടക്കും എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്ന കാര്യം. ക്യാമറമാൻ മനോജ് മാടശ്ശേരിക്കൊപ്പം എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.